ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിക്ഷണറി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഡിക്ഷണറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണ്, ഡിക്ഷണറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റയെ നമുക്ക് എടുക്കണം, ആക്സസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ആക്സസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ ഒരു ഡിക്ഷണറിക്കകത്തുള്ള കണ്ടൻറ്റിനെ എങ്ങനെയായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിക്ഷണറിക്കകത്തുള്ള കണ്ടൻറ്റിൻ്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഡിക്ഷണറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന കീ വാല്യൂസ് ആണ്. ഡിക്ഷണറിയുടെ കീ ആണ്. അപ്പോൾ കീയുടെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്ഷണറിക്കകത്തുള്ള എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോഴേക്കും കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം നമ്മൾ നോക്കാം. ഒരു സിമ്പിളായിട്ട് ഞാൻ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഡി എന്നാണ് ഡിക്ഷണറിയുടെ പേര്. അതിലേക്ക് ഞാൻ കൊടുക്കുന്ന ഡേറ്റാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പർ ഉണ്ട്. ആർ നമ്പർ എന്ന് പറയുന്നൊരു സ്ട്രിങ് ആയതുകൊണ്ട് ഞാൻ കോഡ്സിൽ കൊടുത്തു. സിംഗിളോ ഡബിളോ വേണമെങ്കിൽ കൊടുക്കാം. റോൾ നമ്പർ ഈസ് 19. ദെൻ ഞാൻ രണ്ടാമത്തെ എലമെൻ്റായിട്ട് എൻ്റെ നെയിം കൊടുത്തു. ഓക്കെ, സോ ഞാൻ നെയിം കൊടുത്തു. അപ്പം നെയിം ഒരു എലമെൻ്റാണ്. സോ കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് എന്താണ്, ABC എന്നാണ് ഞാൻ നെയിം കൊടുക്കുക. അപ്പോൾ ABCയും ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 2 എലമെൻറ്റ്സ് ഉള്ള ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡിക്ഷണറിക്കകത്തുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ കീ ബേസിസിലായിരിക്കും. ഈ ഒരു ഡിക്ഷണറിയിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ 2 കീസാണ് ഉള്ളത്. ഏതൊക്കെയുള്ളത്, ആർ നമ്പർ എന്നുള്ളതൊരു കീ ആണ്, നെയിം എന്ന് പറഞ്ഞിട്ടുള്ളതൊരു കീ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കോളന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതായിരിക്കും എപ്പോഴും കീസായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പം റോൾ നമ്പർ എത്രയാണെന്നുള്ളത് കാണണം. ഇവിടെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്ഷണറിയിലെ കീസിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഇവിടെ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ഷണറിയെ നമ്മൾ വിളിച്ച പേരെന്താണ്, ഡി എന്ന് വിളിച്ചു. എന്നിട്ട് ആ ഡിക്ഷണറിക്കകത്തുള്ള കീ വാല്യൂ വെച്ചിട്ട് വേണം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ വെച്ചിട്ട് വേണം വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ. സോ ഡി ഓഫ് ആർ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഡി ഓഫ് ആർ നമ്പറിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ നമ്പർ എന്നുള്ളൊരു പേരിലൊരു കീ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡി ഓഫ് ആർ നമ്പറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എന്താണ്, ആക്ച്വലി 19 അല്ലെങ്കിൽ എന്താണ് 19. സോ ദീസ് 19 എന്നുള്ള വാല്യൂ വിൽ ബി ഡിസ്പ്ലേഡ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന എപ്പോഴും ഇൻഡെക്സ് ബേസിസിലായിരിക്കും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇൻഡെക്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്ക്വയർ ബ്രാക്കറ്റാണ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഏതാണോ നമ്മളുടെ കീ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് നെയിം എന്താണെന്ന് അറിയണം. അപ്പോൾ ഞാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്തുമായിരിക്കും, ഡി ഓഫ് എനിക്ക് എന്താണ് നെയിം എന്താണ്, നെയിമിൻ്റെ കണ്ടൻറ്റ് എന്താണ്. അപ്പോൾ എന്ത് ചെയ്തു, ഡി ഓഫ് നെയിം കൊടുക്കുക. ഡി ഓഫ് നെയിം കൊടുക്കുമ്പോഴേക്കും അതിന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുവാണെങ്കിൽ നെയിമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണുള്ളത് അത് നമുക്ക് ഡിസ്പ്ലേ ഔട്ട് ചെയ്ത് വരും. അതെന്താണ്, ABC ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ABC എന്നുള്ള വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ABC എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ ഒരു സ്റ്റുഡ് എന്നാണ് നമ്മുടെ ഡിക്ഷണറിയുടെ പേര്. ആ ഡിക്ഷണറിക്കകത്തുള്ള എലമെൻറ്റ്സ് ആണ് നെയിമിൻ്റെ വാല്യൂ ആണ് റാം. ഏജ് എന്നുള്ളൊരു കീ ഉണ്ട്, അതിൻ്റെ വാല്യൂ ആണ് 18. ക്ലാസ് ഉണ്ട്, ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, S1 ആണ് ക്ലാസ്. ഇത്രയാണ് നമ്മുടെ ഡിക്ഷണറിക്കകത്തുള്ള എലമെൻറ്റ്സ്. അപ്പോൾ ഒരു പറഞ്ഞേക്കുന്നത് എന്താണ്, പ്രിൻറ്റിൽ ആയാം എന്നിട്ട് കോഡ്സിലിട്ട് കോമ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സംഭവം അതേപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് വരും. കണ്ടോ, അയാം എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി അവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താണ്, നെയിമാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ നെയിം എവിടെ കിടക്കുവാണ്, നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ഷണറിക്കകത്തുള്ള ഒരു എലമെൻ്റ് ആണ്. സോ ഡിക്ഷണറിക്കകത്തുള്ള പേര് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ഷണറിയുടെ പേര്, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സിൻ്റെ, അതായത് നമ്മുടെ കീയുടെ വാല്യൂ പറഞ്ഞു കൊടുക്കുക. ഇവിടുത്തെ കീ എന്താണ്, നെയിം സ്റ്റോർ ചെയ്തേക്കുന്ന നെയിം എന്നുള്ള കീയിലാണ്. സോ ഡിക്ഷണറി ഓഫ് സ്റ്റുഡ് എന്നുള്ളത് ഡിക്ഷണറിയുടെ പേരാണ്. കോഡ്സിനകത്ത് നെയിം കൊടുത്തു, എന്നിട്ട് കോമ ഇട്ടു. അപ്പോൾ എന്താണ്, ഇതൊരു ഡേറ്റ വാല്യൂ ആണ്. ഡിക്ഷണറിക്കകത്തുള്ള ഡേറ്റ വാല്യൂ എടുത്തു. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡ് ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, റാം. സോ നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് ആ പൊസിഷനിൽ എന്ത് വരും, റാം എന്ന് പറഞ്ഞ് വരും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തേക്കുന്നത്, കോമയിട്ട് വീണ്ടും ഡബിൾ കോട്ടിനകത്ത് ഏജ്ഡ് എന്ന് കണ്ടു. അപ്പോൾ പ്രിൻറ്റിനകത്ത് നമ്മൾ ഡബിൾ കോട്ടിൽ എന്ത് കൊടുത്താലും അത് അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് വരും. വന്നല്ലോ. അതിനുശേഷം കോമ ഇട്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഏജിൻ്റെ വാല്യൂ എടുക്കണം. ഏജിൻ്റെ വാല്യൂ എവിടെ നിന്ന് എടുക്കേണ്ടത്, നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന്. സോ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡ് എന്നാണ് ഡിക്ഷണറിയുടെ പേര്, അതിനകത്തുള്ള കീ പറഞ്ഞു കൊടുക്കുക. ഏജ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്തിലാണ്, ഏജ് എന്നുള്ള കീയിലാണ്. സോ അപ്പോൾ എന്ത് ചെയ്തു, സ്റ്റുഡ് ഓഫ് കോഡ്സിനകത്ത് ഏജ്. കണ്ടോ, ഈ ഏജിലോട്ട് പോകും. ആ ഏജിൻ്റെ വാല്യൂ ആയിരിക്കും ഈ ഒരു പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നത്. സോ അവിടുത്തെ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്, 18. സോ ഈ ഒരു സ്പേസിന് ശേഷം വരുന്നത് എന്തായിരിക്കും, 18 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോമ കൊടുത്തു. എന്നിട്ട് വീണ്ടും കോഡ്സിൽ നമ്മൾ കുറച്ച്
സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുവാണ്. സോ കോഡ്സിനകത്ത് ആൻഡ് ഐ ആം സ്റ്റഡിയിങ് ഇൻ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ കോഡ്സ് കിടക്കുന്നുണ്ട്, അങ്ങനെ തന്നെ വരും കണ്ടോ. ആൻഡ് ഐ ആം സ്റ്റഡിയിങ് ഇൻ അങ്ങനെ തന്നെ വന്നു. നമ്മളെങ്ങനെയാണോ പ്രിൻറ്റിൽ എഴുതി കൊടുത്തത് അതേപോലെ വന്നു. എന്നിട്ട് നമുക്ക് എന്ത് വേണം, ഏത് സെമസ്റ്ററിലാണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം. സോ സെമസ്റ്റർ ക്ലാസ് അല്ലെങ്കിൽ ഏത് സെമസ്റ്റർ. സോ ക്ലാസ് എന്നുള്ളത് എവിടെ ഇരിക്കുവാണ്, ക്ലാസ് എന്നുള്ള നമ്മളുടെ ഡിക്ഷണറിക്കകത്തിരിക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്തു, സ്റ്റുഡ് ഓഫ് എന്നിട്ട് എന്ത് കൊടുത്തു, ക്ലാസ് കൊടുത്തു. അപ്പോൾ എന്താണ്, ഈ ഒരു ഡിക്ഷണറിക്കകത്തുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരും. സോ അവിടെ വന്നിരിക്കുന്ന വാല്യൂ എന്താണ്, yes1. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഡിക്ഷണറിക്കകത്ത് കൊടുക്കുന്ന വാല്യൂ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിക്ഷണറിയുടെ പേര് ഫോളോഡ് ബൈ സ്ക്വയർ ബ്രാക്കറ്റ്, അതിനകത്ത് കീ എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ക്ലാസ് ആണ് കാണേണ്ടതെങ്കിൽ കോഡ്സിനകത്ത് കീ എങ്ങനെയാണോ എഴുതിക്കുന്നത് അതേപോലെ ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പൊസിഷനിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന വാല്യൂ വരും. വാല്യൂ എത്രയാണ്, ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, yes1 ആണ്. അപ്പോൾ yes1 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ കീ പ്രസൻറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈത്തണിൽ വരുന്ന എന്തായിരിക്കും, ഒരു എറർ മെസ്സേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്, കീ എറർ. ഓക്കെ, അതായത് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീ നമ്മുടെ കയ്യിലില്ല. ഇവിടുത്തെ കീസ് എന്തൊക്കെയാണ്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് എന്താണ്, കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കീ വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് കൊടുത്തേക്കുന്നത്. അപ്പം സ്റ്റുഡ് ഓഫ് കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കീ ഇവിടെ എങ്ങും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വരും, ഒരു എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാവേഴ്സിങ്. ഒരു ഡിക്ഷണറിയെ ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്ഷണറിക്കകത്തുള്ള ഓരോ എലമെൻറ്റിനെയും നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഈ ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതെല്ലാം എന്താണ്, വി വാണ്ട് ടു സീ ഓൾ ദ എലമെൻറ്റ്സ്. വി വാണ്ട് ടു സീ ഓൾ ദ എലമെൻറ്റ്സ്. ഇവിടുത്തെ ഡേറ്റ എന്താണ്, ഒരു ഡിക്ഷണറിയാണ്. സോ ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ എലമെൻസിനെയും കാണണം. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആരെയാണ്, ഫോർ ലൂപ്പിനെയാണ്. ഓക്കെ, ഇവിടുത്തെ ഡിക്ഷണറിയുടെ പേരെന്താണ്, സ്റ്റുഡ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ നമ്മൾ കീ എന്നുള്ളൊരു വേരിയബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഞാൻ ചുമ്മാതെ നമ്മൾ പഠിച്ച പോലെ ഫോർ ലൂപ്പ് എഴുതുവാണ്. ഫോർ ഐ എന്നാണ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ പേര്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ യൂസ് ചെയ്യണം. ഏത് സ്ട്രക്ചറോ ആയിക്കോട്ടെ, അത് ലിസ്റ്റോ ട്യൂപ്പിളോ ഡിക്ഷണറിയോ ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ആരെ യൂസ് ചെയ്യണം, ഇൻ യൂസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫോർ ഐ ഇൻ നമ്മുടെ ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കും. ഇവിടുത്തെ ഡിക്ഷണറിയുടെ പേരെന്താണ്, സ്റ്റുഡ്. ഫോർ ഐ ഇൻ സ്റ്റുഡ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ സ്റ്റുഡിനകത്തുള്ള ഓരോ വാല്യൂസും ആക്ച്വലി വരുന്ന എന്താണ്, കീ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഔട്ട് ചെയ്ത് വരുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പ്രിൻറ്റ് ഐ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേ ആയി വരുന്നത് എന്തായിരിക്കും, ഈ ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ കീയും ആയിരിക്കും. ഇവിടുത്തെ കീ എന്താണ്, നെയിം ഒരു കീ ആണ്, ഏജ് ഒരു കീ ആണ്, ക്ലാസ് ഒരു കീ ആണ്. സോ ഇവിടുന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് എന്തായിരിക്കും, നെയിം എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും, പിന്നെന്താ ഏജ് എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും, പിന്നെ പ്രിൻറ്റ് ചെയ്യുന്നത് എന്താ, ക്ലാസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടുത്തെ ഒൺലി കീസ്. എനിക്കിപ്പം കീസും വാല്യൂസും വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഡിക്ഷണറിയുടെ കീ അറിയാമെങ്കിൽ ആ കീയുടെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂസിനെ ആക്സസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഐയിലാണ് നമ്മുടെ ഓരോ കീസും സെറ്റ് ആവുന്നത്. അപ്പം നമ്മൾ എന്തെഴുതി കൊടുത്താൽ മതി, ഐക്കകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിക്ഷണറിക്കകത്തുള്ള ഓരോ ഐ വാല്യൂസും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിക്ഷണറി ഓഫ് നെയിം ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡ് ഓഫ് നെയിം ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു റാം എന്നുള്ള പേര് അല്ലേ. സ്റ്റുഡ് ഓഫ് നെയിം ആണ് റാം. അതേപോലെ തന്നെ സ്റ്റുഡ് ഓഫ് ഏജ് ആണ്, സ്റ്റുഡ് ഓഫ് ഏജ് ആണ് ഏതെന്ന് പറയുന്നത് 18. അതേപോലെ തന്നെ സ്റ്റുഡ് ഓഫ് എന്താ, ക്ലാസ് ആണ്, സ്റ്റുഡ് ഓഫ് ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത് yes1. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഓരോ വാല്യൂസും നമുക്ക് ആക്ച്വലി ഈ നെയിമും ഏജും ക്ലാസ്സും ഒക്കെ വരുന്ന ആളുടെ കയ്യിലാണ്, ഐ എന്നുള്ള വേരിയബിളിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡ് ഓഫ് ഐ എന്ന് പറഞ്ഞ് കൊടുത്താൽ പോരെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കീയും വാല്യൂവും ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മാറ്റാം, ഫോർ ഐ ഇൻ സ്റ്റുഡ് നമ്മളുടെ ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെറും പ്രിൻറ്റ് ഐ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തേ കിട്ടത്തുള്ളൂ, നമ്മളുടെ കീ വാല്യൂസ് മാത്രം. ഓക്കെ, നെയിം ഏജ് ക്ലാസ്. ഇപ്പോൾ എനിക്ക് അതിന് ശേഷം എനിക്ക് എന്ത് വേണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂയും കൂടെ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ഐ കോമ, അതുകൂടാണ്ട് നമുക്ക് എന്ത് വേണം, നമ്മുടെ സ്റ്റുഡിനകത്തുള്ള ഓരോ ഐയുടെയും വാല്യൂസ് വേണം. ഈ ഓരോ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ കീസാണ് അല്ലേ. സോ സ്റ്റുഡ് ഓഫ് നെയിം, സ്റ്റുഡ് ഓഫ് ഏജ്, സ്റ്റുഡ് ഓഫ് ക്ലാസ്. അപ്പോൾ അതും കൂടെ നമുക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർ ലൂപ്പ് ആയതുകൊണ്ട് പാരാന്തസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു, സ്റ്റുഡ് ഒരു സെക്കൻഡ്. ഓക്കെ, സോ സ്റ്റുഡ് ഓഫ് ഐ കൊടുത്തു. ആ സ്റ്റുഡ് ഓഫ് ഐയിൽ ഓരോ വാല്യൂസിനെ ഞാൻ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ, ഫസ്റ്റ് ഐയിലേക്ക് വരുന്ന വാല്യൂ എന്തായിരിക്കും, നെയിം ആയിരിക്കും. എന്നിട്ട് ഫസ്റ്റ് ഐയിലേക്ക് വരുന്ന വാല്യൂ എന്തായിരിക്കും, നെയിം ആയിരിക്കും. സോ കോമ സ്റ്റുഡ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിമാണ്. സോ ഐ കോമ സ്റ്റുഡ് ഓഫ് നെയിം. അതായത് ഐയുടെ വാല്യൂ നെയിമാണ്. സോ നെയിം പ്രിൻറ്റ് ചെയ്ത് വരും, ഫോളോഡ് ബൈ സ്റ്റുഡ് ഓഫ് നെയിം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്,
നെയിം, ഈ ഇതിൻ്റെ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അതെന്താണ് റാം. അപ്പോൾ എന്ത് ചെയ്യും, നെയിം റാം എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും, വീണ്ടും സ്റ്റുഡിലോട്ട് പോകും. സ്റ്റുഡിലെ രണ്ടാമത്തെ വാല്യൂ എന്താണ്, രണ്ടാമത്തെ കീ വാല്യൂ എന്താണ്, ഏജ് ആണ്. സോ പ്രിൻ്റ് ആയി എന്ന് പറയുമ്പോഴേക്കും അടുത്തായിട്ട് പ്രിൻ്റ് ആവുന്നത് എന്തായിരിക്കും, ഏജ് പ്രിൻ്റ് ആവും. എന്നിട്ട് സ്റ്റുഡ് ഓഫ് ഏജ് എന്ന് പറയുമ്പോഴേക്കും കിട്ടുന്ന വാല്യൂ എന്താണ്, 18 പ്രിൻ്റ് ആവും. അടുത്ത എന്താണ്, നെക്സ്റ്റ് പ്രിൻ്റ് ആയി. അപ്പോൾ നെക്സ്റ്റ് വരുന്ന എന്താണ്, നെക്സ്റ്റ് കീ എന്താണ്, ക്ലാസ് ആണ്. സോ പ്രിൻ്റ് ആയി എന്ന് പറയുമ്പോഴേക്കും ക്ലാസ് പ്രിൻ്റ് ആവും. എന്നിട്ട് എന്താണ്, കോമ സ്റ്റുഡ് ഓഫ് ക്ലാസ്. അപ്പോൾ ക്ലാസ്സിനകത്തിരിക്കുന്ന വാല്യൂ എന്താണ്, S1. S1 എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് വരും. ഇത്രയേ ഉള്ളൂ ഡിക്ഷണറിയുടെ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്തുള്ള വാല്യൂസിനെ നമ്മൾ ഡിക്ഷണറി ഓൾറെഡി സെറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഹൗ ക്യാൻ വി ചേഞ്ച് ആൻ എക്സിസ്റ്റിംഗ് ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിക്ഷണറിക്കകത്ത് ഒരിക്കലും ചേഞ്ചസ് വരുത്താൻ പാടില്ലാത്ത സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, കീയെ നമുക്ക് ഒരിക്കലും എന്തിനുള്ള ഓപ്ഷനില്ല, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനില്ല. നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്കും മാത്രമേ ഉള്ളൂ, വാല്യൂസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിക്ഷണറിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സപ്പോസ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സ്റ്റുഡ് ഓഫ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്ത് ചെയ്തു, നമ്മൾ ഒരു കീ കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് വരുന്ന എന്താണ്, നെയിം റാം ആയിരുന്നു, ഏജ് 18 ആയിരുന്നു, ക്ലാസ് S1 ആയിരുന്നു. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, പുതിയ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനും കൂടെ ആഡ് ചെയ്തു. എന്താണ്, കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്, എഞ്ചിനീയറിംഗ് കോളേജും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കീ വാല്യൂ പെയറിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് പുതുതായിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പക്ഷേ ഒരിക്കലും എന്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീ ഉണ്ടെങ്കിൽ ആ കീയെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി നമുക്ക് ആ കോളേജിൻ്റെ വാല്യൂവിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കേ, ഈ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് മാറ്റി TKMIT ആക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡിക്ഷണറിയുടെ പേര് എഴുതും. ഡിക്ഷണറിയുടെ പേരെന്താണ്, സ്റ്റുഡാണ്. ഏതാണ് കോളേജിൻ്റെ പേര് കൊടുക്കാനുള്ള കീ എന്താണ്, കോളേജ്, COLLEGE, കോളേജ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താക്കണം, TKMIT ആക്കി മാറണം. സീക്വൽ ടു എന്ത് കൊടുത്തു ഞാൻ, TKMIT എന്നും പറഞ്ഞ് കൊടുത്തു. സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ കൊടുക്കാം. അപ്പോഴേക്കും എന്ത് ചെയ്യും, ഓൾറെഡി കോളേജായിട്ട് ഇനി നമ്മൾ പ്രിൻറ്റ് സ്റ്റുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്ന എന്തായിരിക്കും, പ്രിൻറ്റിൽ സ്റ്റുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്ന എന്തായിരിക്കും, ആക്ച്വലി നമ്മൾക്കൊരു കോളേജ് എന്നുള്ള ഡേറ്റയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്തായി മാറും, എഞ്ചിനീയറിംഗ് കോളേജ് മാറി ഇവിടെ വരുന്ന എന്തായിരിക്കും, TKMIT എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇവിടെ ഓൾറെഡി സ്റ്റുഡൻറ്റിൻ്റെ ഏജ് 18 ആയിരുന്നു, അവരതിനെ 19 ആക്കി മാറ്റി കാണിച്ചേക്കും ഉണ്ടോ. അപ്പം 18 എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് കീ നമുക്ക് വേണം. ഇവിടുത്തെ കീ വേണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം, ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക. സ്റ്റുഡ് എന്നാണ് ഡിക്ഷണറിയുടെ പേര്. അതിൽ നമ്മൾ ഏതാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, 18 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. 18 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ വാല്യൂ ആണ്, ഏജ് എന്നുള്ള കീയുടെ വാല്യൂ ആണ്. സോ സ്റ്റുഡ് ഓഫ് ഏജ് ഇസ് ഈക്വൽ ടു 19 ആക്കി മാറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻറ്റ് സ്റ്റുഡ് കൊടുക്കുമ്പോഴേക്കും നെയിം റാം തന്നെ, ഏജ് 19 ആയി മാറി, 18 മാറി, ക്ലാസ് S1. ഓക്കെ, ഇനി എടുത്ത് നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷൻസ് കൊടുക്കാം, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഡെൽ, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററാണ് ഡെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടു റിമൂവ് എ കീ ഫ്രം എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറിക്കകത്തു നിന്നുള്ള കീയെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡെൽ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ കീ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവും പോകും. മനസ്സിലാവുന്നുണ്ടോ? കീ ഉണ്ടെങ്കിലേ ആരുള്ളൂ, വാല്യൂ ഉള്ളൂ. സോ ദ കറസ്പോണ്ടിങ് കീ വാല്യൂ പെയർ വിൽ ബി റിമൂവ്ഡ്. അപ്പോൾ നമ്മൾ ഡെല്ല് യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഡെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ട് വിൽ ഹാപ്പൻ, ദ ഡിക്ഷണറി എലമെൻറ്റ് ഇറ്റ്സെൽഫ്, അതായത് അതിനകത്തുള്ള കീയും വാല്യൂവും ഫുൾ എന്ത് ചെയ്യും, റിമൂവ് ആയിപ്പോകും. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, സ്റ്റുഡ് എന്നാണ് ഡിക്ഷണറിയുടെ പേര്. അതിൽ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, 3 കീസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും ഉണ്ട്. സപ്പോസ് അവൾക്ക് ഏജ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ, ഡെല്ലിന് ശേഷം ചുമ്മാ ഡെല്ലെന്ന് കൊടുത്താൽ പറ്റത്തില്ല, ഡെല്ലിൽ നമ്മൾ ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കണം. ഡിക്ഷണറിയുടെ പേരെന്താണ്, സ്റ്റുഡ്. ആ സ്റ്റുഡ് എന്നുള്ള ഡിക്ഷണറിക്കകത്തുള്ള ഏത് ഫീൽഡാണോ വേണ്ടാത്തത് അത് പറഞ്ഞു കൊടുക്കുക. നമുക്കിവിടെ വേണ്ടാത്ത എന്താണ്, ഏജ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഡെൽ സ്റ്റുഡ് ഓഫ് ഏജ്. ഓക്കെ, ഡെല്ലിന് ശേഷം ഡിക്ഷണറിയുടെ പേര് ഫോളോഡ് ബൈ ദ കറസ്പോണ്ടിങ് കീ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡിസ്പ്ലേ ചെയ്ത് നോക്കി. ഡിസ്പ്ലേ എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പ്രിൻറ്റിൻ്റെ സിൻടാക്സ് എപ്പോഴും പാരാന്തസിസ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഡിക്ഷണറിയുടെ പേര് കൊടുത്തു. സോ പ്രിൻറ്റ് സ്റ്റുഡൻറ്റ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് കാണും. ഈ സ്റ്റുഡിനകത്ത് എന്തൊക്കെയുണ്ട്, ഇപ്പോൾ നെയിമുണ്ട്, ഏജ് നമ്മൾ കളഞ്ഞു,
അതായത് ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ വേണ്ട എന്ന് പറയുമ്പോഴേക്കും എന്താ സംഭവിക്കുക, വാല്യൂ എന്ത് ചെയ്യും, എലിമിനേറ്റ് ആവും. സോ പിന്നെ എന്താ ഉള്ളത്, ക്ലാസ്. സോ നെയിമും ക്ലാസ്സും മാത്രമേ ഉള്ളൂ ഇനി ആ ഡിക്ഷണറിക്കകത്ത്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, LEN ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഏതാ, LEN. ഓക്കെ, സോ അപ്പോൾ ഡിക്ഷണറിയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, LEN ഓഫ് ഡിക്ഷണറിയുടെ പേര് പറഞ്ഞു കൊടുക്കുക. LEN പാരാന്തസിസ് ആണ്, ഡിക്ഷണറിയുടെ പേരെന്താണ്, സ്റ്റുഡ്. LEN ഓഫ് സ്റ്റുഡ് എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ കൗണ്ട് പ്രിൻറ്റ് ചെയ്യും. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം. സോ പ്രിൻറ്റ് LEN ഓഫ് സ്റ്റുഡ്. എന്ത് സംഭവിക്കും, എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഇതൊരു എലമെൻ്റാണ്, ഇതൊരു എലമെൻ്റാണ്, ഇതൊരു എലമെൻ്റാണ്. സോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും, 3 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഒരു ഡിക്ഷണറിക്കകത്ത് നമുക്ക് ആരെയും കൂടെ യൂസ് ചെയ്യാം, ഇന്നെന്നുള്ള മെമ്പർഷിപ്പ് ഓപ്പറേറ്ററേയും കൂടെ യൂസ് ചെയ്യാം. സപ്പോസ് നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ അതിനകത്ത് എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇൻ യൂസ് ചെയ്യാം. സോ പ്രിൻറ്റ് ഏജ് ഇൻ സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രൂ കിട്ടും, അതായത് ഉണ്ടെങ്കിൽ. ഓക്കെ, പ്രിൻറ്റ് കോളേജ് ഇൻ സ്റ്റുഡൻറ്റ്. എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആരെ വെച്ചിട്ടായിരിക്കണം, കീ വെച്ചിട്ടായിരിക്കണം. ഓക്കെ, സോ പ്രിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും, ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഫോൾസ് എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇന്നെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് ചെക്ക് ചെയ്യുമ്പോഴേക്കും ഉണ്ടെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞ് കിട്ടും, ഇല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ എങ്ങനെയാണ്, പ്രിൻറ്റ് കീയുടെ പേരെന്താണ്, ഏജ് ഉണ്ടോ എന്ന് നോക്കണം. സോ പ്രിൻറ്റ് ഏജ് ഇൻ സ്റ്റുഡ്. അപ്പോൾ എന്താണ്, ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ എന്നുള്ള ആൻസർ കിട്ടും. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ചെക്ക് ചെയ്തേക്കുന്നതാണ് പ്രിൻറ്റ് കോളേജ് ഇൻ സ്റ്റുഡ്. അതിനകത്ത് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഫോൾസ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അടുത്ത ഡിക്ഷണറി മെത്തേഡ്സ് കുറച്ചും കൂടെ നമുക്ക് നോക്കാം. ഒരു ഡിക്ഷണറിയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തേക്കുന്ന ഒരു ടേമാണ് ഡിക്റ്റ് എന്നേ. നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിക്കേണ്ട. സ്റ്റുഡ് ആണെങ്കിൽ സ്റ്റുഡ്, ഡി ആണെങ്കിൽ ഡി, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്, ഗെറ്റ് ഉണ്ട്, ദെൻ പോപ്പ് ഉണ്ട്, കീസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, ഐറ്റംസ് ഉണ്ട്, ക്ലിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെറ്റ്. അപ്പോൾ ഡിക്ഷണറിക്കകത്ത് നിന്ന് നമ്മൾ ഗെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ നമുക്ക് ഗെറ്റ് ചെയ്യും. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു നൺ വാല്യൂ, അത് ഒന്നും ഇല്ല എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, പ്രസൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഡിസ്പ്ലേ ചെയ്യുന്നത് നൺ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നത് എപ്പോഴാണ്, ഇഫ് ദ വാല്യൂ ഇസ് നോട്ട് പ്രസൻറ്റ്. ഓക്കെ, if the key exists or returns the default if the key does not exist, അല്ലെങ്കിൽ displays none if the default omitted and the key does not exist. അപ്പം കീ വാല്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നൺ കിട്ടും. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം നോക്കിക്കേ, സ്റ്റുഡ് നെയിം. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഗെറ്റ് ചെയ്യേണ്ട എന്താണ്, നെയിം വേണം. ഓക്കെ, സോ അപ്പം ഗെറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം ഡിക്ഷണറിയുടെ പേര് കൊടുക്കുക. ഇവിടുത്തെ ഡിക്ഷണറിയുടെ പേരെന്താണ്, സ്റ്റുഡ്. ഡിക്ഷണറിയുടെ പേര് കൊടുത്തതിന് ശേഷം ഡിക്ഷണറിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഗെറ്റ് എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ഡിക്ഷണറിക്കകത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിക്ഷണറിയുടെ പേര് എഴുതുക. സോ സ്റ്റുഡ് ഡിക്ഷണറിയിൽ, സോ സ്റ്റുഡ് ഡോട്ട്, നമ്മൾ എന്താ വർക്ക് ചെയ്യുന്നത്, ഗെറ്റ് എന്നുള്ള മെത്തേഡാണ് വർക്ക് ചെയ്യുന്നത്. എന്താ ഗെറ്റ് ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ കൊടുക്കുക. സോ ഗെറ്റ് ഓഫ് നെയിം കൊടുക്കുക. ഓക്കെ, സോ ഗെറ്റിന് ശേഷം പരാന്തസിസ് ആണ് ഗെറ്റ് ഓഫ് നെയിം. അപ്പോൾ എന്താണ്, ഈ ഒരു നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗെറ്റ് ചെയ്ത് തരും. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് തരും, നൺ എന്ന് പറഞ്ഞു തരും. ഒന്നെങ്കിൽ നമുക്ക് വാല്യൂ തരും, അല്ല എങ്കിൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, നൺ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ ആണോ. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റുഡ് ഡോട്ട് ഗെറ്റ് ഓഫ് നെയിം കൊടുത്തു. അപ്പോൾ എന്താണ്, ഓൾറെഡി വാല്യൂ ഉള്ളതുകൊണ്ട് റാം എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തു. അടുത്ത് നോക്കിക്കേ, സ്റ്റുഡ് ഡോട്ട് ഗെറ്റ് ഓഫ് കോളേജ്. കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് നമ്മളുടെ ഈ ഒരു ഡിക്ഷണറിക്കകത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, നൺ കിട്ടും. ഓക്കെ, നമുക്കൊരു എക്സ്പ്ലിസിറ്റ് മെസ്സേജ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നോക്കിക്കേ, പ്രിൻറ്റ് സ്റ്റുഡ് ഡോട്ട് ഗെറ്റ് ഓഫ് കോളേജ് കോമ ഊപ്സ് നോ സച്ച് കീ. അപ്പോൾ ഈ ഒരു മെസ്സേജ് ആയിരിക്കും ഇൻ കേസ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് വാല്യൂ ഇല്ല എങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് വരിക. നമ്മൾ ഇതിനകത്ത് ഒരു സംഭവം കൊടുത്തേക്കുന്നത് കണ്ടോ, ഡീഫോൾട്ട് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് കണ്ടീഷൻ നമുക്ക് വേണ്ട എന്താണ്, നോ സച്ച് കീ എന്നുള്ള ഒരു നോ സച്ച് കീ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് ആ ഒരു മെസ്സേജ് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നൺ എന്നായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഒന്നെങ്കിൽ വാല്യൂ അല്ല എങ്കിൽ നൺ. നമുക്ക് ഡീഫോൾട്ട് മെസ്സേജ് നമ്മൾ പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത് പെയർ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് നോ സച്ച് കീ എന്നുള്ള മെസ്സേജ് വന്നത്. ഓക്കെ, അടുത്തത് ഇത്രയാണ് ഗെറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്ഷണറിക്കകത്തുള്ള വാല്യൂസിനെ റിട്ടേൺസ് ദ വാല്യൂ ഇഫ് ദ കീ എക്സിസ്റ്റ്. വാല്യൂവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഗെറ്റ് കൊടുക്കുന്നത്, ഡിക്ഷണറിയിൽ ഗെറ്റ് കൊടുക്കുന്നത്. ഡിക്ഷണറിയിൽ ഗെറ്റ്. അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പ്. പോപ്പ് റിമൂവ്സ് ദ കീ ആൻഡ് റിട്ടേൺസ് ദ വാല്യൂ ഇഫ് ദ കീ എക്സിസ്റ്റ് ഓർ റിട്ടേൺസ് ദ ടെക്സ്റ്റ് ഡീഫോൾട്ട്. ഇപ്പോൾ ഡീഫോൾട്ട് ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതുണ്ടായിരിക്കും. ഇനി ഒരു എറർ മെസ്സേജ് കിട്ടും എപ്പോഴാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള
കീ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സപ്പോസ് ഇവിടെ നോക്ക് സ്റ്റുഡ് ഡോട്ട് പോപ്പ് ഓഫ് കോളേജ്. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കീയെ റിമൂവ് ചെയ്യാൻ വേണ്ടി. കീയെ പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തു മാറ്റും. എടുത്തു മാറ്റുമ്പോഴേക്കും ആ ഒരു എടുക്കുക. ഓക്കെ, ദെൻ റിമൂവ്സ് ദ കീയെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് ആ കറസ്പോണ്ടിങ് കീ ആ ഒരു നമ്മുടെ ഡിക്ഷണറിക്കകത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ പോപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? കോളേജാണ്. അപ്പോൾ കോളേജ് ഇവിടെ ഓൾറെഡി ഉണ്ടോ നമ്മുടെ ഡിക്ഷണറിയിൽ? ഇല്ല. കോളേജ് നമ്മുടെ ഡിക്ഷണറി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു എറർ മെസ്സേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്ത് നോക്കിക്കുക, നെക്സ്റ്റ് പോപ്പ് ചെയ്യുന്ന എന്താണ്? സ്റ്റുഡ് പോപ്പ് ഓഫ് ഏജ്. ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ നമ്മൾ എന്ത് ചെയ്തു? പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഡിക്ഷണറിയിൽ ബാക്ക് എൻഡിൽ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. സ്റ്റുഡ് ഡോട്ട് പോപ്പ് എന്ന് പറയുമ്പോഴേക്കും കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിക്ഷണറി എടുത്ത് നോക്കുവാണെങ്കിൽ ഇനി എന്ത് കാണത്തില്ല? ഈ ഒരു കറസ്പോണ്ടിങ് എലമെൻറ്റ് നമ്മുടെ ഡിക്ഷണറിക്കകത്ത് കാണത്തില്ല. അപ്പോൾ ഡിക്ഷണറിക്കകത്തു നിന്നുള്ള ഒരു കീ വാല്യൂവിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് പോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, നെയിമും ക്ലാസ്സും മാത്രമേ ഉള്ളൂ. അവിടെ എന്തില്ല? ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് അവിടെ ഇല്ല. ഓക്കെ, ഇപ്പോൾ രണ്ട് മെത്തേഡ്സ് പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് ഗെറ്റ് പഠിച്ചു, രണ്ടാമത്തെ എന്താണ്? പോപ്പ് പഠിച്ചു. ഓക്കെ, ഇനി എടുത്ത് നോക്കിക്കേ, ഇനി നമുക്ക് ഒരു ഡിക്ഷണറി നമ്മുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് തരുമോ? നമുക്ക് ആ ഡിക്ഷണറിയെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിക്ഷണറിക്കകത്തുള്ള കീസ് എന്താണ്, ആ ഡിക്ഷണറിക്കകത്തുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡിക്ഷണറി ഡോട്ട് കീസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിക്ഷണറി ഡോട്ട് കീസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഡിക്ഷണറിയുടെ പേര്, ഇവിടുത്തെ ഡിക്ഷണറിയുടെ പേര് എന്താണ്? സ്റ്റുഡ്. സോ സ്റ്റുഡ് ഡോട്ട് നമ്മൾ എന്ത് കൊടുത്തു? കീസ് കൊടുത്തു. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ഫുൾ ഡിക്ഷണറിക്കകത്തുള്ള എലമെൻറ്റ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ഡിക്ഷണറി ഡോട്ട് കീസിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? നെയിമുണ്ട്, ക്ലാസ് ഉണ്ട്. ഇവ രണ്ടുപേരുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡിക്ഷണറിക്കകത്തുള്ള എലമെൻറ്റ്സ്. അതായത് ഏത് എലമെൻറ്റ്സ്? കീ എലമെൻറ്റ്സ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും ഡിസ്പ്ലേ ആവുന്നത് എങ്ങനെയായിരിക്കും? ഒരു ലിസ്റ്റായിട്ടായിരിക്കും. എങ്ങനെ ഡിസ്പ്ലേ ആവുന്നത്? ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും ഈ എലമെൻറ്റ്സിനെ ഷോക്കേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നത്? നെയിമും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. ഇത് രണ്ടുപേരുമാണ്. ആരൊക്കെയുള്ളത്? നെയിമും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നെയിമും ക്ലാസ്സുമാണ് ഈ ഡിക്ഷണറിക്കകത്തുള്ള കീസ്. അതേപോലെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? വാല്യൂസും കിട്ടുന്നത്. സോ പ്രിൻറ്റ് സ്റ്റുഡ് ഡോട്ട് വാല്യൂസ്. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടുത്തെ വാല്യൂസ് എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ഡിക്ഷണറിക്കകത്ത് നെയിമും ക്ലാസ്സും മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ്? റാമും ഉണ്ട്, S1 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവരെ രണ്ടുപേരും ചുമ്മാ എഴുതി വെക്കുമല്ല, അവരെ ഷോക്കേസ് ചെയ്യുന്നത് വിത്തിൻ എ ലിസ്റ്റ്, ആസ് എ ലിസ്റ്റ് അല്ലെങ്കിൽ വിത്തിൻ എ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും. സോ റാമും ഉണ്ട്, S1 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കാണണം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഓർഡേർഡ് പെയറായിട്ടായിരിക്കും കാണാൻ പറ്റുക. ഡിക്ഷണറിയുടെ സിൻടാക്സിലായിരിക്കത്തില്ല, ഒരു ഓർഡേർഡ് പെയറായിട്ടായിരിക്കും കാണാൻ പറ്റുക. അതും എന്തായിരിക്കും? ഒരു ലിസ്റ്റ് ഫോമിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഓർഡേർഡ് പെയറിനകത്തുള്ള ഒരു ലിസ്റ്റ് ഫോമിൽ. ഓക്കെ, സോ ദെൻ ഐറ്റംസ് റിട്ടേൺസ് എ ലിസ്റ്റ് ഓഫ് ട്യൂപ്പിൾസ് കണ്ടെയ്നിങ് ദ കീ ആൻഡ് വാല്യൂ പെയർസ്. ഓക്കെ, അപ്പം കീയുടെയും വാല്യൂവിൻ്റെയും പെയർ ഫോമിലായിരിക്കും. അപ്പോൾ കീ ഉണ്ട്, വാല്യൂ ഉണ്ട്, അവരെ തമ്മിൽ കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്യും. സോ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ. വാല്യൂ എന്താണ്? റാം. സോ നെയിമും ഉണ്ട്, വാല്യൂ ഉണ്ട്. രണ്ടാമത്തെ എലമെൻറ്റ് നോക്കുവാണെങ്കിൽ പിന്നെ വരുന്ന ആരാണ്? ക്ലാസ് ഉണ്ട്, അത് ഒരു പെയറായിട്ടാണ് കാണിക്കുന്നത്. ക്ലാസ് ഉണ്ട്, അതിൻ്റെ വാല്യൂ എത്രയാണ്? S1. ഓക്കെ, ഈ രണ്ട് പേഴ്സും. ഇനി ഇവരെല്ലാം ഒരു ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ അവരെ തമ്മിൽ യുണൈറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം, ലിസ്റ്റാണ്. ലിസ്റ്റ് ആയതുകൊണ്ട് ഒരു ലിസ്റ്റ് ഓഫ് കീ വാല്യൂ പെയർസ്. ഓക്കെ, അപ്പോൾ പെയർ എന്ന് കേൾക്കുമ്പോഴേക്കും ഉടനെ പരാന്തസിസ് കൊടുക്കുക. ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഉടനെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള പെയർ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള പെയർ ഫോമിലായിരിക്കും എന്ത് വരുന്നത്? ഈ ഒരു ഐറ്റംസ് വെച്ച് നമ്മൾ എലമെൻറ്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ഡിക്ഷണറിക്കകത്തേക്ക് നമ്മൾ മെയിൻലി പഠിച്ച എന്തൊക്കെയാണ്? ഡിക്ഷണറിയിൽ നമ്മൾ ഗെറ്റ് ചെയ്യാം, പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്യുമ്പോഴേക്കും എന്താണ്? കീയെയാണ് പോപ്പ് ചെയ്യുന്നത്. പോപ്പിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വാല്യൂവിനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഡിക്ഷണറി പോയി നോക്കിക്കഴിഞ്ഞാൽ കീയും വാല്യൂവും അവിടെ ഉണ്ടാവത്തില്ല. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ഷണറിക്കകത്തുള്ള കീസിനെ മാത്രം ഒരു ലിസ്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യും. ഡിക്ഷണറിക്കകത്തുള്ള ഐറ്റത്തിനെ മീൻസ് വാല്യൂസിനെ മാത്രം ഒരു ലിസ്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യും. ഐറ്റം ആണെങ്കിൽ കീസും വാല്യൂസും ഒരു പെയറായിട്ടായിരിക്കും. അതും എന്താണ്? ഒരു ലിസ്റ്റ് ഫോമിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ഔട്ട് ചെയ്ത് വരിക. ഓക്കെ, ഇനി ഡിക്ഷണറിക്കകത്ത് വർക്ക് ചെയ്യുന്ന അവസാനത്തെ ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ക്ലിയർ. ഓക്കെ, സോ ഇറ്റ് റിമൂവ്സ് ഓൾ ദ ഐറ്റംസ് ഫ്രം ദ ഡിക്ഷണറി. സോ നമ്മുടെ ഡിക്ഷണറിക്കകത്തു നിന്നുള്ള എല്ലാ ഐറ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്ലിയർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഡിക്ഷണറിക്കകത്തുള്ള എല്ലാ ഐറ്റത്തിനെയും മീൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്ലിയർ എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിക്കകത്ത് നോക്കുവാണെങ്കിൽ ഐറ്റംസ് ഒന്നും കാണത്തില്ല, പക്ഷേ സ്കെലിറ്റൻ വിൽ ബി ദെയർ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു
കേർലി ബ്രാക്കറ്റ് മാത്രം കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ സ്കെലിട്ടൺ അങ്ങനെ തന്നെ നിൽക്കും ക്ലിയർ കൊടുക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പം ഡിക്ഷണറിയുടെ ക്ലിയർ ചെയ്യാനുള്ള സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ഷണറിയുടെ പേര് എന്താണ്? സ്റ്റുഡ് ഡോട്ട് എന്ത് കൊടുക്കുക? ക്ലിയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡിക്ഷണറി കംപ്ലീറ്റ് ആയിട്ട് എന്താവും? ക്ലിയർ ആയിക്കോളും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ ഇസ് ഡിക്ഷണറി ഏലിയാസിങ് ആൻഡ് കോപ്പിങ്. ഡിക്ഷണറിക്ക് ഒരു റെപ്ലിക്ക ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ രണ്ടും. ഏലിയാസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പിങ് എന്താണെന്നുള്ളത് വ്യത്യാസം മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഈ കോപ്പി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിക്ഷണറിക്കകത്ത് ഇപ്പോൾ രണ്ട് പേരുണ്ട്. അതിൽ ഒരാൾ വേറൊരാളെ പോലെ ഇരിക്കുവാണ്. പക്ഷേ വേറൊരാൾക്ക് നമുക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യത്തെ ആളെയും എഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഏലിയാസിങ് എന്ന് വിളിക്കും. കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തേ സംഭവിക്കത്തുള്ളൂ? ഒരാൾക്ക് മാത്രം ഒരാളുടെ റെപ്ലിക്ക ഉണ്ടാവും, പക്ഷെ അവർ രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഡിക്ഷണറിയുടെ പേര് ഡയറക്ഷൻസ് എന്നാണ്. ഓക്കെ, അപ്പം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള കുറേ വാല്യൂസ് ഉള്ള ഒരു ഡയറക്ഷൻസിൻ്റെ ഒരു ഡിക്ഷണറി ഉണ്ട്. ഓക്കെ, N ഫോർ നോർത്ത്, E ഫോർ ഈസ്റ്റ്, S ഫോർ സൗത്ത് ആൻഡ് W ഫോർ വെസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എലിയാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഒരു റെപ്ലിക്ക ക്രിയേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയറക്ഷൻസിൻ്റെ എല്ലാ എലമെൻസുമുള്ള ഒരു ഡിക്ഷണറിയായി മാറി ആര്? ഈ എലിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സെക്കൻഡ് ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് ഡിക്ഷണറീസ് ഉണ്ട്. ഡയറക്ഷൻസ് ഒരു ഡിക്ഷണറിയാണ്, എലിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിക്ഷണറിയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് ഇവർ തമ്മിലുള്ള പ്രത്യേകത നോക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ എലിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ഷണറിക്കകത്ത് നമ്മളിപ്പം ഇവർ ചേഞ്ചസ് വരുത്തുവാണേ. സോ സൗത്തിനെ എന്ത് ചെയ്തു? സൗത്ത് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റ് ആയിട്ട് എന്ത് ചെയ്തു? നോക്ക് ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു? ഏലിയാസിനകത്ത് എസിനെ എന്താക്കി മാറ്റി? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് മാറ്റി. ഓക്കെ, അതായത് എസ് എന്നുള്ള കീയുടെ വാല്യൂ എന്താക്കി മാറ്റി? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റ് എന്ന് മാറ്റി. അപ്പോൾ ചേഞ്ച് സംഭവിച്ചല്ലോ. അപ്പോൾ ഈ സെയിം ഡയറക്ഷൻസിനകത്ത് സംഭവിച്ചു എന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ആദ്യം പ്രിൻറ്റ് ഡയറക്ഷൻസ് കൊടുത്തപ്പോഴേക്കും എന്ത് ചെയ്തു? N നോർത്തും E ഈസ്റ്റും, എസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറി? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റായി മാറി. ആക്ച്വലി എന്തായിരുന്നു? സൗത്ത് ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈക്വൽ ടു വെച്ചിട്ടാണ് നമ്മളൊരു ഡിക്ഷണറിയുടെ ഡ്യൂപ്ലിക്കേറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഡിക്ഷണറി എയും ബിയും രണ്ട് ഡിക്ഷണറീസ് ആണെന്ന് വിചാരിക്കുക. എയ്ക്ക് വരുന്ന എല്ലാ മാറ്റങ്ങളും ആർക്കും വരും? ബിക്കും വരും. ബിക്ക് വരുന്ന എല്ലാ മാറ്റങ്ങളും ആർക്കും വരും? എയ്ക്കും വരും. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം നമ്മൾ കോപ്പി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നോക്കിക്കേ, എയുടെ ഒരു കോപ്പി ഉണ്ടാക്കണം. എയുടെ കോപ്പി ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ സിൻടാക്സ് എന്താണ്? എ ഡോട്ട് കോപ്പി. ഇനി ആരിലോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബി എന്നുള്ള ഒരു ഡിക്ഷണറിക്കകത്തോട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ കോപ്പി. അപ്പോൾ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഡോട്ട് കോപ്പി. എയുടെ കോപ്പി ഉണ്ടാക്കുവാണ്. നമ്മളതിനെ എവിടെ സേവ് ചെയ്യുന്നത്? ബിയിൽ. സോ ബി ഈസ് എ കോപ്പി ഓഫ് എ. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ ഒരു കോപ്പിയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും എക്സാക്ട് സിമിലർ അല്ല ഇനി മുതൽ. അതായത് എക്ക് വരുന്ന മാറ്റങ്ങളൊന്നും ആർക്ക് വരില്ല? ബിക്ക് വരണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അതായത് എയുടെ എല്ലാ കാര്യങ്ങളും ആർക്കിപ്പോൾ വന്നു? ബിക്ക് വന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഇനി ഇൻഡിപെൻഡൻ്റ് ആണ്. മനസ്സിലായോ? എക്ക് വരുന്ന എല്ലാ ചേഞ്ചസും ആർക്ക് വരണം എന്നില്ല? ബിക്ക് വരണം എന്നില്ല. ബിയിൽ വരുന്ന എല്ലാ ചേഞ്ചസും എക്കും വരണം എന്നില്ല. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ കോപ്പി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കോപ്പി ചെയ്ത് എന്ത് ചെയ്തു? ഡിക്ഷണറിക്ക് പേര് കൊടുത്തേക്കാം. നമ്മൾ ബിക്ക് പകരം ഇവിടെ നമ്മൾ വിളിച്ച പേരെന്താണ്? കോപ്പി എന്ന് വിളിച്ചു. സോ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിക്ഷണറിയാണ്. എന്തിൻ്റെ കോപ്പിയാണ്? ഡയറക്ഷൻസിൻ്റെ കോപ്പിയാണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്തു? ഈ കോപ്പിയിൽ എസ്സിന് പകരം എസ്സിൽ സൗത്തിന് പകരം എന്ത് കൊടുത്തു? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റ് എന്ന് മാറ്റി. എന്ത് ചെയ്തു? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റ് എന്ന് മാറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ കോപ്പിയെ നമ്മൾ പ്രിൻറ്റ് ചെയ്യിച്ചു. കോപ്പിയെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും? എസ്സിൽ സൗത്തിന് പകരം നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കോപ്പി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ്സിൻ്റെ പൊസിഷനിൽ വരുന്ന എന്തായിരിക്കും? സിറ്റ് ഡൗൺ സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആ സെയിം പ്രശ്നം അല്ലെങ്കിൽ ആ സെയിം ചേഞ്ച് ഡയറക്ഷൻസിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റിൽ. സോ പ്രിൻറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഡയറക്ഷൻസ് പ്രിൻറ്റ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചത്? എസ്സിന് സൗത്ത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എസ്സിന് എന്താണ്? സൗത്ത് തന്നെയാണ്. എസ് ഒരിക്കലും സിറ്റ് ഡൗൺ സ്റ്റുഡൻറ്റ് ആയിട്ടില്ല. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. അപ്പം ഏലിയാസിങ് ആൻഡ് കോപ്പിങ് എന്ന് പറഞ്ഞാൽ, ഏലിയാസിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് ചെയ്താലും ആ റിഫ്ലക്ഷൻ രണ്ടാമത്തെ ആൾക്കും വന്നിരിക്കും. ഓക്കെ, അതേസമയം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത ആളുടെ എല്ലാ കാര്യങ്ങളും മറ്റേ ആളുടെ കയ്യിൽ കിട്ടും. പക്ഷേ അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്ക് വരുന്ന ചേഞ്ചസ് ഒരിക്കലും മറ്റൊരാളെ അഫക്റ്റ് ചെയ്യത്തില്ല. അവരിനി ഇൻഡിപെൻഡൻറ്റാണ്. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻറ്റാണ്. കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്ലിക്കേറ്റ് ചെയ്തു, പക്ഷേ അത് ഇനി അവർക്ക് എക്സിസ്റ്റൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഏലിയാസിങ്ങും കോപ്പിങ്ങും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കോപ്പി എന്ന് പറഞ്ഞാൽ
കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇനി എന്താണ് ഇൻഡിപെൻഡൻ്റാണ്, ഒരാൾക്ക് വരുന്ന ചേഞ്ച് വേറൊരാളെ അഫക്റ്റ് ചെയ്യത്തില്ല. അതേസമയം ഏലിയാസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് വരുന്ന ചേഞ്ച് മറ്റേ ആൾക്കും ഡെഫിനറ്റ് ആയിട്ടും എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അവർ മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഒരാൾക്ക് വരുന്ന ചേഞ്ച് മറ്റൊരാളെ ഡെഫിനറ്റ് ആയിട്ടും അഫക്റ്റ് ചെയ്യും. ഓക്കെ, കോപ്പി ചെയ്യാനുള്ള സിൻടാക്സ് എന്താണ്? കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡോട്ട് കോപ്പി. അതായത് ഇപ്പോൾ ഡിക്ഷണറി എ ആണ് ഡിക്ഷണറിയുടെ പേരെങ്കിൽ എ ഡോട്ട് കോപ്പി, അതായിരിക്കും കോപ്പി എന്നുള്ള ഫംഗ്ഷൻ. അതായിരിക്കും ആരെന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഡിക്ഷണറി ബി ഈസ് ഈക്വൽ ടു എയുടെ കോപ്പി. ഓക്കെ, ഇനി നമ്മൾ ഏലിയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കംപ്ലീറ്റ്ലി ആരുമായിട്ട് മാപ്പ് ചെയ്തു, ബിയുമായിട്ട് മാപ്പ് ചെയ്തു. ഇവർ രണ്ടുപേരും റെപ്ലിക്കാസ് തന്നെയാണ്. പക്ഷേ ഇനി എക്ക് വരുന്ന മാറ്റം ആരെ അഫക്റ്റ് ചെയ്യും? ബിയെ അഫക്റ്റ് ചെയ്യും. ബിക്ക് വരുന്ന മാറ്റം ആരെ അഫക്റ്റ് ചെയ്യും? എയെ അഫക്റ്റ് ചെയ്യും. അതാണ് ഏലിയാസിങ്ങിൻ്റെ പ്രശ്നം. കോപ്പിയിങ് ആണെങ്കിൽ രണ്ടുപേർക്കും ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആണ്. ഒരാൾക്ക് വരുന്ന ചേഞ്ച് വേറൊരാളെ അഫക്റ്റ് ചെയ്യണം എന്നില്ല.